എവരിവൺ. അപ്പോൾ നിങ്ങളുടെ +1 കാലഘട്ടം ഇതാ അവസാനിച്ചിരിക്കുന്നു. +1ന്റെ എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. റിസൾട്ട്സിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ +2ലേക്ക് നിങ്ങൾ കടക്കുകയാണ്. +1 പോലെ അല്ല +2 എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് കേട്ടും അടുത്തിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും വീണ്ടും വീണ്ടും മിസ് പറയാണ് +1 പോലെയേ അല്ല +2 എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളുടെ +2 കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ അക്കൗണ്ടൻസി എടുത്താലും എക്കണോമിക്സ് എടുത്താലും അതേപോലെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എടുത്താലും ഏത് സബ്ജക്ട് എടുത്താലും ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ മിസ് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ +2 എക്കണോമിക്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. +1ൽ നമുക്ക് എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു അല്ലെ. നമുക്ക് എക്കണോമിക്സ് നമ്മൾ +1ലെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റും ഉണ്ടായിരുന്നു, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. അതായത് +1 നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി തിയറി പേപ്പർ മാത്രമായിരുന്നു അതെന്ന് പറയുന്നത്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ കുറച്ച് തിയറി കുറച്ചധികം പ്രോബ്ലംസ് ഉള്ള ഒരു പേപ്പർ ആയിരുന്നു. ആൻഡ് നമ്മളിത് +2ലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ, അല്ലെ ഇന്ത്യൻ എക്കണോമിക്സ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് 2 എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല, നമുക്ക് വേറെ രണ്ട് എൻറ്റയർ ഡിഫറെന്റ് സംഭവങ്ങളാണ് ഉണ്ടാവുക. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. മിസ്സിന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ +1 എക്കണോമിക്സ് പോലെ അല്ല +2 എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് പുതിയ രണ്ട് ടേംസ് ആണ് അല്ലെ. മൊത്തത്തിൽ നമ്മൾ +2 എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതായത് മൈക്രോ എക്കണോമിക്സിൽ 5 ചാപ്റ്റേഴ്സും മാക്രോ എക്കണോമിക്സിൽ 6 ചാപ്റ്റേഴ്സും ആണുള്ളത്. ആൻഡ് ഈ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ മൈക്രോ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ 12 മാർക്സ് വെയിറ്റേജ് മാത്രമുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതേപോലെ മാക്രോയിൽ നോക്കുകയാണെങ്കിലും 12 മാർക്സ് വെയിറ്റേജ് ഉള്ള വേറൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പം അത്രയും വലിയ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് തിയറിയും ഉണ്ട് നമുക്ക്, അതുപോലെ പ്രോബ്ലംസും കാര്യങ്ങളും, ഡയഗ്രാംസ്, ഗ്രാഫ്, കുറെ ഇക്വേഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട്. മിസ് നിങ്ങളെ പേടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴാണോ ക്ലാസ് തുടങ്ങുന്നത് അപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ചെറിയ ചെറിയ സമയം കണ്ടെത്തി നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം അവസാന നിമിഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചധികം അല്ല, നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ എന്താണ് ഇത് പഠിച്ചു തുടങ്ങാനായിട്ട്. അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫുകൾ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഗ്രാഫ് നമുക്ക് എന്താ എല്ലാം സിമിലർ ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും, ചെറിയ വ്യത്യാസം ഉണ്ടാകുള്ളൂ. അപ്പൊ അതൊക്കെ വരച്ച് പഠിച്ചു, അതേപോലെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിട്ടൊക്കെ വേണം ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാവോ അത്ര നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഓക്കെ, അപ്പം ഒരു കാര്യം മനസ്സിൽ വെക്കുക, നേരത്തെ തന്നെ പഠിച്ചു വെക്കാം. നമുക്ക് എക്കണോമിക്സ് അടിപൊളിയായിട്ട് പഠിക്കാം.